നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് അതിസുപ്രധാനമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ഇപ്പോൾ ICC പുറത്തുവിട്ടിരിക്കുകയാണ്. നമുക്കറിയാം ചാമ്പ്യൻസ് ട്രോഫി ഫെബ്രുവരി മാസത്തിലാണ് നടക്കേണ്ടത്. പക്ഷേ ഇതുവരെ അതിൻ്റെ ഷെഡ്യൂൾ പുറത്തുവിട്ടിട്ടില്ല. അധികം വൈകാതെ ഷെഡ്യൂൾ പുറത്തുവിടുമെന്നും ഇപ്പോൾ ICC അറിയിച്ചിട്ടുണ്ട്. എവിടെ കളി നടത്തുമെന്നുള്ളതായിരുന്നല്ലോ പ്രശ്നം. പാകിസ്ഥാനാണ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഹോസ്റ്റിംഗ് റൈറ്റ് ഉള്ളത്. പക്ഷേ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകാൻ കഴിയില്ല എന്നറിയിച്ചതിനെ തുടർന്നാണ് ഈ ഒരു അനിശ്ചിതത്വം വന്നത്. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ICC അറിയിക്കുന്നു, ഹൈബ്രിഡ് മോഡലാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ നടക്കാൻ പോകുന്നത്. പാകിസ്ഥാനിൽ തന്നെയായിരിക്കും ഭൂരിഭാഗം മത്സരങ്ങളും ഉണ്ടാവുക. പക്ഷേ ഇന്ത്യയുടെ മത്സരങ്ങൾ ന്യൂട്രൽ വെന്യൂവിൽ നടക്കും. എന്നാൽ അതിനൊരു മറുഭാഗം കൂടിയുണ്ട്. ഇന്ത്യയിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് പാകിസ്ഥാനും വരില്ല. ആ ഇവൻറ്റുകളിൽ പാകിസ്ഥാൻ്റെ മത്സരങ്ങൾ ന്യൂട്രൽ വെന്യൂവിലായിരിക്കും നടക്കുക. അപ്പോൾ ആ കാര്യം കൂടി ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ICC അറിയിച്ചിട്ടുണ്ട്. ICC മെൻസ് ചാമ്പ്യൻസ് ട്രോഫി 2025 ടു ബി പ്ലേഡ് അക്രോസ് പാകിസ്ഥാൻ ആൻഡ് ന്യൂട്രൽ വെന്യൂ എന്ന് ഒഫീഷ്യലി പറഞ്ഞു. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി പറയുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ഇനി ICC ഇവൻറ്റുകൾ 2024 മുതൽ 27 വരെയുള്ള കാലഘട്ടത്തിൽ നടത്തുന്ന ഘട്ടത്തിൽ അവരവരുടെ മത്സരങ്ങൾ ന്യൂട്രൽ വെന്യൂവിലായിരിക്കും നടത്തുക. ICC ബോർഡ് ഇക്കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ കുറച്ച് ICC ഇവൻറ്റുകൾ നടക്കാനുണ്ട്. ആ ഇവൻറ്റുകൾക്ക് പാകിസ്ഥാൻ ഇങ്ങോട്ട് വരില്ല. ആ ഇവൻറ്റുകളിൽ പാകിസ്ഥാൻ്റെ കളികൾ ന്യൂട്രൽ വെന്യൂസിലായിരിക്കും നടത്തുക എന്നതുകൂടി ഇതിൻ്റെ ഭാഗമാണ്. അതായത് ഇപ്പോൾ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്ക് പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല. അതിന് പകരമായിട്ട് പാകിസ്ഥാൻ ഇനി 2027 വരെ ഇന്ത്യയിൽ നടക്കുന്ന ICC ഇവൻറ്റുകൾക്കും വരില്ല. നമുക്കറിയാം, ഇപ്പോൾ 2023 ICC ഏകദിന വേൾഡ് കപ്പിന് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വന്നിരുന്നു. ഇനി അതുണ്ടാവില്ല 2027 വരെ എന്നാണ് ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്നത്. വിശദമായിട്ട് ഈ കാര്യം ICC പറയുന്നത് അതിങ്ങനെയാണ്: ദിസ് വിൽ അപ്ലൈ ടു ദി അപ്കമിങ് ICC മെൻസ് ചാമ്പ്യൻസ് ട്രോഫി 2025 ഹോസ്റ്റഡ് ബൈ പാകിസ്ഥാൻ സെറ്റ് ടു ബി പ്ലേഡ് ഇൻ ഫെബ്രുവരി ആൻഡ് മാർച്ച് 2025. അപ്പോൾ ഈ പറയുന്ന നിയമം ഈ വരുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് ബാധകമാണ്. കൂടാതെ ICC വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2025 ഹോസ്റ്റഡ് ബൈ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന വിമൻസ് വേൾഡ് കപ്പ് ഉണ്ട് 2025. അതിന് പാകിസ്ഥാൻ ടീം ഇങ്ങോട്ട് വരില്ല. പകരം അവരുടെ മത്സരങ്ങൾ ന്യൂട്രൽ വെന്യൂവിൽ നടത്തും. ആൻഡ് ദി ICC മെൻസ് T20 വേൾഡ് കപ്പ് 2026 ഹോസ്റ്റഡ് ബൈ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. അപ്പോൾ 2026 T20 വേൾഡ് കപ്പ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് നടക്കുക. അതിന് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വരില്ല. അവിടെയും ന്യൂട്രൽ വെന്യൂവിലായിരിക്കും കളിക്കുക എന്ന കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ it was also announced that PCB has been awarded hosting right of the ICC Women's T20 World Cup in 2028. 2028 വിമൻസ് T20 വേൾഡ് കപ്പ് പാകിസ്ഥാനാണ് ഹോസ്റ്റ് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത്. അവിടെയും ന്യൂട്രൽ വെന്യൂ അറേഞ്ച്മെൻറ്റ്സ് അപ്ലിക്കബിൾ ആണ് എന്നുകൂടി ഇപ്പോൾ ഒഫീഷ്യലി ICC അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് ഓസ്ട്രേലിയക്ക് വൺ ഓഫ് ദി സീനിയർ ICC വിമൻസ് ഇവൻറ്റ്സ് 2029 മുതൽ 2031 വരെയുള്ള കാലഘട്ടത്തിൽ വൺ ഓഫ് ദി ICC സീനിയർ വിമൻസ് ഇവൻറ്റ് നടത്താനുള്ള അവകാശം കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ആ ഒരു ഷെഡ്യൂൾ അധികം വൈകാതെ തന്നെ പുറത്ത് വിടും എന്ന കാര്യം കൂടി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. 8 ടീമുകളാണ് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കാൻ പോകുന്നത്. അഫ്ഗാനിസ്ഥാൻ, ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, ഇംഗ്ലണ്ട്, ഇന്ത്യ, ന്യൂസിലാൻഡ്, സൗത്ത് ആഫ്രിക്ക അലോങ് സൈഡ് ഹോസ്റ്റ് പാകിസ്ഥാൻ. ഇതാണ് ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിയിൽ മത്സരിക്കാൻ പോകുന്ന ടീമുകൾ. എന്തായാലും അധികം വൈകാതെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഷെഡ്യൂൾ ICC പുറത്തുവിടും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റാഫ് ടോക്സ് വീഡിയോ എത്താം.